സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്റ്റേഴ്സിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതവും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനവും അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ ദൈവവചനവുമായി ആത്മാവിൽ കാണുവാൻ ദൈവം അനുവദിച്ചതിനാട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയോടെ ഇത്തിരി നേരം ഒരുമിച്ച് സഹകരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നീ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു സഹോദരനും കുടുംബമുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി 2 വാക്ക് പ്രാർത്ഥിക്കാം. ഇടുക്കിയിൽ നിന്ന് അബ്രഹാം എന്ന പേരായ ഒരു സഹോദരൻ കുടുംബമാണ് ഇതിൽ പങ്കാളിയായിരിക്കുന്നത്. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായ സ്തോത്രം. അബ്രഹാമിനെയും തൻ്റെ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരെ ധാരാളമായി ഇനിയും ഉണർത്തണമേ, അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. നിങ്ങളുടെ നാമത്തിന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യുവാൻ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലടികളെ അനുകരിച്ചുകൊണ്ട് കർത്താവ് ആ വിഷയത്തിൽ അവരെ മുന്നേറ്റം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മുഖാന്തരമായി ഐശ്വര്യവും അനുഗ്രഹവും അഭിവൃദ്ധി അവർക്കുണ്ടാകട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചകളായിട്ട് ഭൂമിയിൽ ദൈവത്തിന് സ്വന്തമായി എന്തുണ്ട് എന്ന വിഷയത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ആശയത്തിൽ അടിത്തറ ഇട്ടുകൊണ്ട് നമ്മൾ ചിന്തിച്ചു വന്നത് ദൈവത്തിൻ്റെ ഏദൻ തോട്ടം എന്ന വിഷയമാണെന്ന്. ദൈവത്തിൻ്റെ ഏദൻ തോട്ടത്തെക്കുറിച്ച് 3 ആഴ്ചകൾ നമ്മൾ തിരുവഴുത്തിൽ നിന്ന് പരിശോധിക്കാനും കുറേ കൂടെ വിശാലമായത് ഗ്രഹിക്കാനും കാര്യമായി. ഇന്ന് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാകുന്ന ഇസ്രായേലിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാകുന്ന ഇസ്രായേൽ, ആ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അടുത്തതിലേക്ക് നമ്മൾ കടക്കാം. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നതിന് ആദ്യം 1-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ, യേശു പറഞ്ഞ വാക്കാണത്, സദൃശ്യം. അപ്പോൾ സദൃശ്യം എന്ന് പറഞ്ഞാൽ മറ്റനേക കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉപമകൾ പറഞ്ഞപ്പോൾ, ദൃഷ്ടാന്തങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളുടെ സ്ഥിരീകരണത്തിനോ യേശു പറഞ്ഞപ്പോൾ സദൃശ്യമെന്ന ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനോട് സമാന്തരമായത്, അതിനോട് താരതമ്യപ്പെടുത്താവുന്നത്, അതുമായിട്ട് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നത് എന്നതേ ഉള്ളൂ സദൃശ്യം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിനിവിടെ മുന്തിരിത്തോട്ടമുണ്ടോ? ഇത് മുന്നാഴ്ച നമ്മൾ തൊട്ടുവെച്ചതാണ്. ദൈവത്തിനായി ദൈവം വേർതിരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു ഉച്ചാരണം അല്ലെങ്കിൽ ഒരു പദപ്രയോഗമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഏദൻ തോട്ടം എന്ന് പറയുന്നത്. അതാണ് ഇസ്രായേൽ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞു, കൃപായുഗത്തിലെത്തുന്നു. കൃപായുഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് ത്രൂവായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, കർത്താവ് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. ഈ തോട്ടത്തിൽ ഉടമസ്ഥനുണ്ട്, കാര്യസ്ഥനുണ്ട്, അതുപോലെ ജോലിക്കാരുണ്ട്. ആദ്യത്തെ ജോലിക്ക് വേണ്ടി ഉടമസ്ഥൻ വിളിച്ചത് പുലർകാലത്തിലാണ്. ജോലിയെല്ലാം തീർന്ന് ഇവർക്ക് പ്രതിഫലം കൊടുക്കുന്ന സമയം
രാത്രികാലത്തിലുമാണ്. സന്ധ്യ ഇരുട്ടായപ്പോൾ. ഇതിൻ്റെ ഇടവേള എന്ന് പറയുന്നത് 12 മണിക്കൂറായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ 12 മണിക്കൂറിനുള്ളിൽ 5 പ്രാവശ്യം ഈ വീട്ടുടമസ്ഥൻ വേലക്കാരെ വിളിച്ചാക്കി. 5 പ്രാവശ്യം. ആദ്യത്തേത് പുലർകാലം എന്ന് പറയുമ്പോൾ അന്നത്തെ യഹൂദൻ്റെ കലണ്ടർ പ്രകാരം, യഹൂദൻ്റെ അന്നത്തെ നിലവാരം ആചാരപ്രകാരം നേരം പുലരുന്നത് 1 മണിക്കാണ്. 1 മണി കഴിഞ്ഞു വേലക്കാരെ വിളിച്ചാക്കി. അവർക്ക് കൂലി പറഞ്ഞു ഒത്തിട്ടാണ് വേലക്കാരെ ആക്കിയത്. 2-ാം വാക്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. ഓരോ വെള്ളിക്കാശ് പറഞ്ഞു ഒത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 2-ാമത് അവൻ 3-ാം മണി നേരത്തെ ചെന്നു. അതായത് 3 മണിക്കൂറായപ്പോൾ വീണ്ടും ചെന്നു. പിന്നീട് 6-ാം മണി നേരത്തെ ചെന്നു. പിന്നീട് 9-ാം മണി നേരത്തെ ചെന്നു. പിന്നീട് 11-ാം മണി നേരത്തെ ചെന്നു. അപ്പോൾ 1 മണി, 3 മണി, 6 മണി, 9 മണി, 11 മണി, 5 സന്ദർഭങ്ങളിലായി ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി ഒരേ ഉടമസ്ഥൻ ഒരേ തോട്ടത്തിലേക്ക് ആൾക്കാരെ പറഞ്ഞയച്ചു. 9-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ, അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. ഇനി 8-ാം വാക്യം. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിൻപന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ 12 മണി നേരമായപ്പോൾ, സന്ധ്യയായപ്പോൾ, ഇരുട്ടായപ്പോൾ, അങ്ങനെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ഇവിടത്തെ ആ സാദൃശ്യപ്രകാരം പറഞ്ഞ കാലാവധി 1 ദിവസത്തിൻ്റെ പകലാണ്. യേശു ഒരിക്കൽ പറഞ്ഞ പ്രസ്താവന യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. അത് യോഹന്നാൻ 7:9 എഴുതിയിരിക്കുന്നത്. എഴുതിയത് ഇങ്ങനെയാണ്: ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ കാലഘട്ടം, ഈ കൃപയുടെ കാലഘട്ടം, രക്ഷപ്രാപിപ്പാനുള്ള സമയത്തിൻ്റെ കാലഘട്ടം, ദൈവത്തിൻ്റെ ലിസ്റ്റ് പ്രകാരം പറയുകയാണെങ്കിൽ 1 പകലാണ്. ആ 1 പകൽ നമ്മുടെ ഒരു പകലിൻ്റെ ദൈർഘ്യമല്ല അതിന്. അതവിടെ നമുക്ക് നിർത്താം. ഇവിടെ പറഞ്ഞത് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞ കാര്യം കൂടെ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. യെശയ്യാ 5:7 സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജനമാണ്. അത് യഹൂദന്മാരെ ഉൾപ്പെടുത്തുന്നത് പറയുന്നതാണ്. അതിനെ അലങ്കാര ഭാഷയായിട്ട് ഇങ്ങനെ പറയുന്നു, അലങ്കാരിക ഭാഷയായിട്ട്. ഈ മുന്തിരിത്തോട്ടം എന്ന് പറയാതെ വേറെ ഏതെങ്കിലും തോട്ടം എന്ന് പറയാൻ എന്താണെന്ന് ഞാനിങ്ങനെ എൻ്റെ കൊച്ചു ബുദ്ധിയിൽ പലപ്പോഴും ചിന്തിക്കുകയും പരിശോധിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്തു ആകട്ടെ, പൂർണ്ണമായൊരു ഉത്തരം നിങ്ങളുടെ മുമ്പിൽ തെളിവ് സഹിതം പറയാൻ കഴിയുന്നു എന്നെനിക്ക് അവകാശവാദമില്ല. എങ്കിലും ഉത്തമഗീതത്തിലേക്ക് ഒന്ന് പോയിച്ച് വേഗം വരാം. ഉത്തമഗീതം 2-ാം അധ്യായം 13-ാം വാക്യം. അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. അത്തിക്കായ്കൾ, പഴുക്കുന്ന പഴങ്ങൾ കിട്ടുന്ന അത്തിമരം, പടരുന്ന വള്ളിയായിരിക്കുന്ന മുന്തിരിവള്ളി, ഇത് രണ്ടിനെയും കൂടെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ ഗീതം പാടുന്നതായ ശലോമോൻ, വേദപഠിതാക്കളുടെ എല്ലാം ഏകാഭിപ്രായത്തിൽ ശലോമോൻ പറയുന്നു, അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി സുഗന്ധം വീശുന്നു. അപ്പം അത്തി വൃക്ഷത്തേക്കാൾ ആ പഴത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, കൂടുതൽ അതിന് ഊന്നൽ കൊടുക്കുന്നത്
സന്തോഷം കൊടുക്കുന്നത് മുന്തിരി വള്ളിക്കാണ്. മുന്തിരി വള്ളി സുഗന്ധം വീശുന്നതാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, വായിക്കുകയും പഠിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയേണ്ടത് ഏതായിരിക്കാം ഈ മുന്തിരിവള്ളി, മുന്തിരിത്തോട്ടം. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, മത്തായി എഴുതിയ സുവിശേഷം മുതലുള്ള പുതിയ നിയമ പുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭ ഉടലെടുക്കുന്നതിന് മുമ്പ് പല സാദൃശ്യങ്ങൾ കർത്താവ് പറഞ്ഞു. അതിലൊരു സാദൃശ്യമാണ് വായിച്ചു വെച്ചത്. തൻ്റെ സഭയാണ് ഈ മുന്തിരിത്തോട്ടം. സഭയിലെ ഒരംഗമായിരിക്കുന്ന എന്നെ നിങ്ങൾ മനസ്സിലാക്കുക, സുഗന്ധം വീശുന്ന മുന്തിരിവള്ളിയായിരിക്കണം. ഇന്നത്തെ കൂടാതെ ചില എപ്പിസോഡുകളിതിൻ്റെ പിറകെ വരുമ്പോൾ മനസ്സോടെ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടും. എന്ത് സ്മെല്ല്, അത് എന്ത് വാസനയാണ് നമ്മിൽ നിന്നുണ്ടാകുന്നതെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തിന് സഭയാകുന്ന തോട്ടം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകാൻ പോകുന്ന തോട്ടത്തെക്കുറിച്ച് കർത്താവ് സംസാരിച്ചതാണ്. ചില നാളുകൾക്കപ്പുറം കഴിയുമ്പോൾ യേശു ക്രൂശിൽ മരിച്ച് മൂന്നാമത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യും. സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ലോകത്തിൽ വരുന്നത്. പരിശുദ്ധാത്മാവ് അന്ന് അതിനുവേണ്ടി കാത്തു കൂടിയിരുന്നതായ ജനത്തിൻ്റെ മേൽ നിറഞ്ഞപ്പോൾ അന്നാണ് സഭ രൂപമെടുക്കുന്നത് എന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ വരാൻ പോകുന്ന, ഉണ്ടാകാൻ പോകുന്ന സഭയെ നോക്കിയാണ് പറയുന്നത്, പുലർച്ചയ്ക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാർക്ക് വേണ്ടി തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പുറപ്പെട്ടു. 5 പ്രാവശ്യം വേലക്കാരെ വിളിച്ചാക്കി. അവസാനം അത് വെറുതെ ആയില്ല, കൂലി തീർക്കുവാനൂടെ ഇടയായി. വേലക്കാരെ വിളിച്ചാക്കിയത് പറയുമ്പോൾ അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ക്ലിയറിങ് പറയാം. ഇന്നത്തെ ഇത് പറയുമ്പോൾ മക്കളോടാണ്, അഥവാ വീട്ടിലെ അംഗങ്ങളോടാണ് തോട്ടത്തിൽ പോകാൻ പറഞ്ഞത്. മക്കളാകണമെങ്കിൽ, വീട്ടിലാകണമെങ്കിൽ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട് വന്നവർക്ക് മാത്രമേ സാധ്യമാകൂ. ഒരുക്കപ്പെട്ട് വന്നവരെന്ന് പറയുന്നത് യേശു പറഞ്ഞു ലൂക്കോസ് 13, അല്ലല്ല, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പോൾ മാനസാന്തരപ്പെട്ടവരാണ്. യേശു ആദ്യം വാതുറന്ന് പറഞ്ഞത്, കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. വളരെ കരുതലോടൊരു കാര്യം പറയട്ടെ. പഴയ നിയമകാലത്തിൽ ബൈബിളിൽ കാണുന്നതും മറ്റൊന്ന് എടുത്തു പറയാനില്ലാത്തതുമായ വിധത്തിൽ ഏറ്റവും ഒടുവിലത്തെ പ്രവാചകനാണ് മലാഖി. മലാഖി പ്രവാചകൻ്റെ പ്രവചനകാലം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 400 വർഷത്തോളം ദൈവവചനമില്ലാതെ ദുർബലമായി. ജനം ഈ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുന്നത് പോലെയായി, വരണ്ട് ഡ്രൈ ആയി. ദൈവവചനമില്ല. എന്താണ് കാര്യവും കാരണവും? ന്യായപ്രമാണത്തെ അവർ നിസ്സാരവൽക്കരിച്ച്, ന്യായപ്രമാണത്തെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പുറങ്കാലുകൊണ്ട് തട്ടിയിട്ട് യുക്തിക്കും ബുദ്ധിക്കും സ്വന്തം ഇഷ്ടത്തിനൊത്തവണ്ണം മുന്നോട്ട് പോയി. അവർ ദൈവത്തെ വിട്ടുമാറിയപ്പോൾ ദൈവം അവരെയും വിട്ടുമാറി. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൻ്റെ സമാപനത്തിലെത്തിയപ്പോൾ യേശു ലോകത്തിലേക്ക് വിടുകയാണ്, ലോകത്തിലേക്ക് വരികയാണ്. യേശു വന്ന് 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായ ഒരു പരമസത്യം, പ്രൈസ് ദി ലോർഡ്,
മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്, മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ജനം ആർത്തിരമ്പി വരുന്നു. യേശുവിന് മുമ്പ് യേശുവിന് വഴിയൊരുക്കാൻ എന്നുള്ള പേരിൽ വന്ന യോഹന്നാൻ സ്നാപകൻ വന്ന് പുഴയുടെ തീരത്ത് ആറ്റിൻ തീരത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. തീ പോലെ കത്തിജ്വലിക്കുന്ന വാക്കുകൾ. പള്ളി മുറ്റത്ത് പോയിട്ടില്ലാത്ത യോഹന്നാൻ, പള്ളിയുമായിട്ട് ആ വിധത്തിൽ ഒരു ബന്ധവുമില്ലാത്ത യോഹന്നാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ആത്മനിറവോടെ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടിട്ട് അനേകർ വന്നുകൂടി. മത്തായി 3-ൽ വായിക്കുന്ന പ്രകാരം യഹൂദദേശക്കാരെല്ലാം വന്നു, യെരുശലേമിലെല്ലാം വന്നു, മറ്റിതര ദിക്കുകളിൽ നിന്നും ആൾക്കാർ വന്നു. മരണശേഷമൊന്നും ഇല്ലെന്ന് വാദിക്കുന്ന സദൂക്യർ വന്നു. പള്ളികളിൽ ഉപദേശിക്കുന്ന പരീശന്മാർ വന്നു. അവർ വന്ന് സ്നാനപ്പെട്ടു. പിന്നാലെ യേശു വന്നു. ഉടനെ തന്നെ യേശു വന്ന് സ്നാനപ്പെട്ടു. അങ്ങനെ ദേശത്തിൻ്റെ വരൾച്ച മാറിയിട്ട് ആത്മാവിൻ്റെ മഴ പെയ്തിറങ്ങുന്നത് പോലെ ചൈതന്യം തുളുമ്പി വ്യാപരിച്ചു. അങ്ങനെ ഒരു പുതിയ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിശയങ്ങൾ, വീര്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഭൂതബാധിതരായവരുടെ മേൽ നിന്ന് ഭൂതം പോകുന്നു. രോഗികളായവർ രോഗം മാറി സൗഖ്യമാകുന്നു. യേശു വിളിച്ച് വേർതിരിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആർ? അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ അടുത്ത് തന്നെ ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോകുന്ന പുതിയ നിയമസഭയ്ക്ക് യേശു വിളിച്ച പേരാണ് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിൽ കയറിയില്ലെങ്കിൽ കയറിയവരുടെ സ്ഥിതി പിന്നാലെ പറയും അടുത്ത എപ്പിസോഡിൽ. കയറിയില്ലെങ്കിൽ പുറത്താണ്. പുറത്ത്. ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ദൈവം വിളിച്ച ഒറ്റ വാക്കാണ്, ഒറ്റ പേരേ ഉള്ളൂ, പാപികൾ. പാപികൾക്ക് കയറി വന്ന് രക്ഷ പ്രാപിക്കുവാൻ അറിയിക്കപ്പെടുന്ന സന്ദേശമാണ് സുവിശേഷം. അത് ഈ തോട്ടത്തിലുണ്ട്. ആ സന്ദേശം ഇവിടെ കിട്ടും. അവരവരുടെ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് കിട്ടും, പാരമ്പര്യ നിലവാരത്തിനനുസരിച്ച് കിട്ടും. അങ്ങനെ കിട്ടുന്നവരായവർ ഒരുമിച്ച് ചേർന്നുള്ള കൂട്ടത്തിനാണ് മുന്തിരിത്തോട്ടം എന്നും വേലക്കാരെന്നൊക്കെ പറയുന്നത്. പറഞ്ഞു വന്ന കാര്യം എങ്ങനെയാണ്? മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചാകടന് പുറപ്പെടുകയും അവർക്ക് കൂലി തീർക്കുകയും ചെയ്യുമ്പോൾ അറിയേണ്ടത്, ഓർക്കേണ്ടത്, ലോകത്ത് കിടക്കുന്ന ഏതെങ്കിലും ആൾക്കാരെ അല്ല, ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനായവൻ്റെ മക്കളാണ്, അഥവാ മാനസാന്തരപ്പെട്ടവരാണ് ഈ വേലയ്ക്ക് വേണ്ടി വിളിച്ചാക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് തിരിച്ചറിയണം. നമുക്കവിടെ ആ ഭാഗം വിടാം. ആ ഭാഗം വിടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഈ എപ്പിസോഡിൽ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ അയച്ചിട്ട് കൂലി തീർത്തപ്പോൾ ഒന്നാമത് കയറി വന്ന, പുലർച്ചയ്ക്ക് വന്ന വേലക്കാർ, ഏറ്റവും ഒടുക്കം കയറി വന്ന 11 മണിക്ക് വന്ന വേലക്കാർ, അവർക്ക് 1 മണിക്കൂർ, രാവിലെ വന്നവർക്ക് 12 മണിക്കൂർ, കൂലി തീർക്കുന്ന 2 പേർക്കും ഒരേ സമയത്ത് കൂലി തീർത്തപ്പോൾ എല്ലാവർക്കും ഒരുപോലെ. എന്ത് പഠിക്കണം? പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ തിരിച്ചറിയാനോ, അതിനൊത്തവണ്ണം ഒന്ന് ക്രമപ്പെടാനോ ക്രമപ്പെടുത്താനോ, അതൊന്ന് മനസ്സിലാക്കി തരാനോ മനസ്സിലാക്കുന്നതിനോ ഇവിടെ അധികം പേരും തയ്യാറല്ല. എന്തൊക്കെയോ ആയി എന്നുള്ള ഭാവത്തിൽ വലിയ സംഭവമായിട്ട് പലരും പലതും ചെയ്യുകയാണ്. പുസ്തകത്തിൻ്റെ സ്കെയിൽ വെച്ച് നടന്നു നോക്കാൻ, ആ പുസ്തകത്തിൽ കൂടുന്ന കയറിയിറങ്ങിയെന്ന് മനസ്സിലാക്കാൻ
തയ്യാറില്ല. എന്ത് ചെയ്യും? എല്ലാവരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടെന്നാണ് അവകാശവാദം. പുസ്തകമില്ലെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. എന്ത് ഗുണം പുസ്തകം ഉണ്ടായിട്ട്? പുസ്തകം വേറെ, ജീവിതം വേറെ. ഇതല്ലേ സ്ഥിതി. ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല. ഈ ഓരോ വെള്ളിക്കാശ് കൊടുത്ത് കൂലി തീർക്കുമ്പോൾ ഒന്നുമില്ലാത്തവൻ ആരും വന്നില്ലല്ലോ. ഈ പറഞ്ഞയച്ച 5 സമയത്തെ വേലക്കാരിൽ ഒന്നും കിട്ടാതെ വന്നവരാരുമില്ലല്ലോ. അത് ഓർത്തിരിക്കാനിടയാകട്ടെ. എന്ത് ചെയ്താലും സഹിച്ചാലും, സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും, വചനം അതാണ്. അപ്പോൾ സഹിച്ചാലും എനിക്കിതിന് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. കൂലി കണക്കാക്കി സഹിക്കുകയല്ല, സഹിച്ചതിൻ്റെ പേരിൽ ലഭിക്കുന്ന നീതിയാണ് കൂലി, ദൈവത്തിൻ്റെ നീതി. ഈ കൂലി തീർക്കുന്ന ദിവസം വരുമ്പോൾ എനിക്കെന്ത് കിട്ടും? ജോലി ചെയ്തവനെ കിട്ടൂ. ലോകത്ത് ജോലി ചെയ്യാതെ, ശരീരം അനങ്ങാതെ, വിയർക്കാതെ പണം സമ്പാദിക്കുന്നവരുണ്ട്, ധനം സമ്പാദിക്കുന്നവരുണ്ട്, വാരിക്കൂട്ടി വെച്ചിരിക്കുന്നവരുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. എൻ്റെ ഭാഗമെന്ന് പറയുന്നത്, കൂലി തീർക്കുവാൻ ഉടമസ്ഥൻ ആകുന്ന തോട്ടക്കാരൻ കാര്യസ്ഥനാകുന്ന ആളോട് പറഞ്ഞപ്പോൾ കൂലി തീർത്തു. ആ കൂലി തീർക്കുമ്പോൾ എനിക്കെന്തോ കിട്ടും? ഞാൻ എവിടെയാണ് ഉള്ളത്? ഞാൻ അകത്താണോ പുറത്താണോ? അകത്തായിരുന്നൊരു മടിയനാണോ അലസനാണോ? ഉദാസീനാണോ ഉഴപ്പനാണോ? അഭിനയിക്കുന്നവനാണോ ചടങ്ങ് തീർക്കുന്നവനാണോ? എൻ്റെ കയ്യിലുള്ളത് വെറും പ്രഹസനമാണോ പ്രകടനമാണോ? യാഥാർത്ഥ്യമാണോ വചനപ്രകാരമാണോ? ഒന്ന് വിലയിരുത്താൻ, ഒന്ന് പരിശോധിക്കാൻ, ആത്മശോധന കഴിക്കാൻ ഒരു ദിക്കിലും പോകണ്ട. അത്രയും കാര്യത്തിനൊരു ദിക്കിലും പോകണ്ട. എന്ത് ചെയ്താൽ മതി? തന്നെത്താൻ ശോധന ചെയ്താൽ മതി. ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ സമയമെടുക്കുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്താൽ മതി. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, നമ്മിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല പാപവും പോക്കി നാം വിശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവുമായി ഒരു നിരപ്പിൻ്റെ അനുഭവത്തിൽ, ഒരു ചേർച്ചയുടെ അനുഭവത്തിൽ, ഐക്യതയുടെ അനുഭവത്തിൽ ജീവിപ്പാൻ മനസ്സ് വെച്ചാൽ, ഐക്യതയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്നില്ലേ? വിഷമമാണ്. എനിക്ക് മനസ്സിലായ കാര്യം അങ്ങ് പറഞ്ഞേക്കാം. യേശു അനേക സമയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിച്ച കാര്യം എഴുതിയിട്ടുണ്ട്. അതിന് 21-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചേക്കാമോ? നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. പിതാവാം ദൈവമേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. ഇതാണ് ഐക്യത. ദൈവത്തോട് ചേർന്നുള്ള ജീവിതം, യേശുവിനോട് ചേർന്നുള്ള ജീവിതം. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രസക്തമായ ഒരു വാക്യം വായിച്ചത്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ ഇവരും നമ്മിലാകേണ്ടതിന്. അതിൽ കുറഞ്ഞത് പോരെ സഹോദര, അത് അധികമായത് വേണ്ട സഹോദരി. ഇത്രയും വേണം. അപ്പം ഐകമത്യത്തിലാകും. എല്ലാം നമ്മുടെ ഉഴപ്പും പോവും, അലസതയും മടിയും മന്ദതയും എല്ലാം പോവും. ചടങ്ങ്, ആചാരങ്ങൾ, പരിചയങ്ങൾ, പാരമ്പര്യങ്ങൾ, പഴമകൾ, തട്ടിക്കൂട്ട് പരിപാടികൾ എല്ലാം മാറിയിട്ട് നിന്നൊരു സുഗന്ധം വീശാനിടയാകും. അത്തിപ്പഴം പറിക്കുന്ന കാലം, മുന്തിരിവള്ളി സുഗന്ധം വീശുന്ന കാലം. പണ്ടൊരിക്കൽ മോശ പറഞ്ഞയച്ച
കനാൻ നാട് ഉറ്റുനോക്കിയിട്ട് വന്ന 2 പേര് കൂടി അവർ മുന്തിരിക്കൊല ചോന്നിട്ട് വന്നു. ഈ മുന്തിരിക്കൊലയെപ്പറ്റി അല്ലെങ്കിൽ മുന്തിരിങ്ങയെപ്പറ്റി തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം. ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം. നിസ്സാരം തോന്നുമാറുള്ള ഞാൻ ജീവിക്കുന്നത് ഈ ഒരൊറ്റ ആഗ്രഹത്തിലാണ്: ദൈവത്തെ ആനന്ദിപ്പിക്കുക. ശരീരത്തിൽ നടക്കാൻ ശേഷിയുണ്ടെങ്കിൽ, മിണ്ടാൻ ശേഷിയുണ്ടെങ്കിൽ മനുഷ്യർക്ക് ആശ്വാസമാകുക, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് മുഖാന്തരമാകുക. അതിൽ കുറഞ്ഞത് വേണ്ട കർത്താവേ, അതിൽ കുറഞ്ഞത് പോരെ കർത്താവേ. മക്കളും കൊച്ചുമക്കളും വീടും ആവശ്യങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ അടിക്കടി മാറി വരുമ്പോൾ, ഒന്ന് മാറി വരുമ്പോൾ യേശുവിനെ വിട്ടുകളയാതെ യേശു മുമ്പിലും ഞാൻ പുറകിലും ആ സ്ഥിതിയിലുള്ള ഒരാത്മീയ യാത്ര തുടരുവാൻ മനസ്സ് വെച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ സകല കാര്യങ്ങളുടെയും കടിഞ്ഞാൺ കർത്താവിൻ്റെ കയ്യിലാകും. ആ മുന്തിരിത്തോട്ടത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടമസ്ഥനായ പിതാവാം ദൈവമുള്ള മുന്തിരിത്തോട്ടം, കർത്താവായ യേശു ക്രിസ്തു ആകുന്ന കാര്യസ്ഥനുള്ള മുന്തിരിത്തോട്ടം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമുള്ള മുന്തിരിത്തോട്ടം, ആ തോട്ടത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എന്ത് വേണമെന്ന് അടുത്തുള്ള ദൈവദാസനോട് ചോദിക്കുകയോ എന്നെ വിളിച്ച് ചോദിക്കുകയോ ചെയ്താൽ മതി. കർത്താവിനോട് പ്രാർത്ഥിച്ച് ചോദിക്കുകയോ മത്തായി 3-ാം അധ്യായം വായിക്കുകയോ ചെയ്താൽ മതി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ മുന്തിരിത്തോട്ടത്തിലേക്കുള്ള നിങ്ങളുടെ ക്ഷണം നിങ്ങൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ വചനം കേട്ടവരായ അങ്ങയുടെ ജനത്തോട് ദൈവത്തിന് കരുണ തോന്നണമേ. അവരുടെ ഹൃദയങ്ങളെ ആകർഷിക്കണമേ. അങ്ങയുടെ വിശേഷ കൃപയാൽ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകണമേ. ആത്മരക്ഷ, ദൈവരാജ്യം, മരണശേഷം ഈ വിഷയങ്ങളിൽ അവർക്കൊരു വകതിരിവ്, തിരിച്ചറിവുണ്ടാകട്ടെ കർത്താവേ, ഉണ്ടാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ നാഥൻ തൻ്റെ സഭയെ ചേർക്കാൻ വരുമെന്നും വരുമ്പോൾ ഞാൻ അതിലുണ്ടാകുമോ എന്നും സ്വയശോധനയ്ക്ക് എല്ലാവർക്കും ഇത് മുഖാന്തരമാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. God bless you.